വാട്സാപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടി. ആ മെസ്സേജ് നിങ്ങൾ ഉറപ്പ് വരുത്താതെ ശരിയാണോ തെറ്റാണോ ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് നോക്കാതെ നിങ്ങൾ ഫോർവേഡ് ചെയ്യാറുണ്ടോ? ഇത് വലിയൊരു പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിലക്കിയിരിക്കുന്നൊരു കാര്യമാണ്. സൂറ ഹുജറാത്തിൽ 49-ാമത്തെ സൂറ, അതിനകത്ത് 6-ാമത്തെ വചനം പടച്ചോൻ പറയുന്നത് വായിച്ചു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറക്കിയതാണ്. ഇത് അന്ന് വാലിഡ് ആയിരുന്നു, പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാളും കൂടുതൽ പ്രസക്തിയുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് എപ്പോഴും വ്യാജ വാർത്തകൾ, കള്ള ആരോപണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം എഡിറ്റ് ചെയ്തൊരു വീഡിയോ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്യണം. ചില ആൾക്കാർ ഫോർവേഡ് ചെയ്ത് കാണാം ആസ് റിസീവ്ഡ്. അങ്ങനെ നമ്മൾ ആസ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതിൽ നിന്ന് മാറുന്നില്ല. നമ്മൾ റെസ്പോൺസിബിളാണ്. ഇതുകൊണ്ടുണ്ടാക്കുന്ന നാശങ്ങൾ, ഇതുകൊണ്ടുണ്ടാക്കുന്ന ദോഷങ്ങൾ, അതിന് നമ്മൾ ഉത്തരവാദികളാവും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്കൊരു വീഡിയോ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കിട്ടുമ്പോൾ നമ്മളത് വളരെ നന്നായിട്ട് വെരിഫൈ ചെയ്ത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോർവേഡ് ചെയ്യരുത്. ഇതൊരു നല്ലൊരു സിറ്റിസൻ്റെ മാത്രം ചുമതലയല്ല, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടയാളം കൂടെയാണ് ഇങ്ങനെയുള്ള കള്ള വാർത്തകൾ നമ്മൾ ചേരാതിരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. ആമീൻ.